വാർത്തകളെ തിരിച്ചുവരാം. ബലിപ്പെരുന്നാളിന്റെ ഭാഗമായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി വിവിധ മുസ്ലിം അയൽരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ഈദ് ആശംസകൾ നേർന്നു. സൗദി ഭരണാധികാരി അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസീസ് ആലു സൗദ്, കുവൈത്ത് അമീർ ഷെയ്ഖ് സബ അൽ ഹമദ് അൽ ജബർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ, സുഡാൻ പ്രസിഡന്റ് ഉമർ ഹസൻ എന്നിവർക്കാണ് ഖത്തർ ഭരണാധികാരി ആശംസകൾ അറിയിച്ചത്. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ പുതുക്കി കുവൈത്തിലെ ബലിപ്പെരുന്നാൾ. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ പുതുക്കി കുവൈറ്റിലും ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ നിറവ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുക്കിയ 22ഓളം ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിന് എത്തിയത്. പുലർച്ചെ 5 മണി മുതൽ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഈദ് മുസല്ലയിലേക്ക്. മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി 22ഓളം ഈദ്ഗാഹുകളാണ് ഇത്തവണ സംഘടിപ്പിക്കപ്പെട്ടത്. അബ്ബാസിയയിൽ കേരള ഇസ്ലാമിക് ഗ്രൂപ്പും ഇന്ത്യൻ ഇസ്ലാഹി സെനറ്റും സംയുക്തമായി ഒരുക്കിയ ഈദ്ഗാഹിൽ യുവപ്രാസംഗികൻ നൌഷാദ് മദനി കാക്കവയൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സാൽമിയ പാർക്കിൽ സക്കീർ ഹുസൈൻ തൂവൂർ, ജഹ്റ ഗസർ KFH റൌണ്ട് അബൌട്ടിന് സമീപത്തെ മസ്ര പാർക്കിൽ മുഹമ്മദ് അരിപ്ര, ഫഷാഹിൽ ബദലിയ പാർക്കിൽ അൻവർ സയ്യിദ്, മംഗഫ് കേംബ്രിഡ്ജ് സ്കൂളിന് സമീപം സയ്യിദ് അബ്ദുൾ റഹ്മാൻ തങ്ങൾ, മഹബൂല ഗ്രീൻ സർക്കിൾ ഫുട്ബോൾ കോർട്ടിൽ ഫൈസൽ മഞ്ചേരി, ഹവലി അൽ ഉസ്മാൻ മ്യൂസിയത്തിന് സമീപം ഇബ്രാഹിം കുട്ടി സലഫി, കുവൈറ്റ് സിറ്റി ബലദിയ പാർക്കിൽ അനീസ് ഫാറൂഖി, ഗൈത്താൻ ബൂബിയാൻ ബാങ്കിന് എതിർവശം KA സുബൈർ, ഫർവാനിയ ദാറുൽ ഖുറാനിന് സമീപം മൗലവി അബ്ദുൽ നാസർ മുട്ടിൽ, റിഗയി പെട്രോൾ പമ്പിന് എതിർവശത്തെ പാർക്കിൽ അനീസ് അബ്ദുൽ സലാം തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ സംയുക്ത ഈദ്ഗാഹുകൾക്ക് നേതൃത്വം നൽകി. കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്റർ 11 മണിക്ക് ഒരുക്കിയ പെരുന്നാൾ നമസ്കാരത്തിൽ PN അബ്ദുൽ ലത്തീഫ് മാദനി, KC മുഹമ്മദ് നജീബ്, PN അബ്ദുറഹ്മാൻ, മുജീബ് റഹ്മാൻ സ്വാലാഹി, സ്വാലിഖ് സുബൈർ, ഷമീർ മദനി, മുഹമ്മദ് അഷ്റഫ് ഏകാരുൽ, മുഹമ്മദ് അലി വരും തുടങ്ങിയവർ പെരുന്നാൾ കുത്തുബ നിർവഹിച്ചു. പെരുന്നാൾ കുത്തുബകളിലെല്ലാം നിറഞ്ഞു നിന്നത് ലോക മുസ്ലിം ജനതയോട് ഐക്യപ്പെടാനുള്ള ആഹ്വാനമായിരുന്നു. പ്രാർത്ഥനയ്ക്കും പെരുന്നാൾ കുത്തുബകൾക്കും ശേഷം പരസ്പരം ആശ്ലേഷിച്ചും ആശംസകൾ കൈമാറിയുമായിരുന്നു പ്രവാസികൾ ഈദ്ഗാഹുകളിൽ നിന്ന് മടങ്ങിയത്. മീഡിയ 1 കുവൈത്ത്. കൂട്ടുകുടുംബം എന്നത് നാട്ടിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാലമാണിത്. എന്നാൽ കഴിഞ്ഞ 20 വർഷമായി മസ്കത്തിൽ കൂട്ടുകുടുംബമായി കഴിയുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അബ്ദുൾ ജബ്ബാറും സഹോദരന്മാരും. ഒത്തൊരുമയുടെ മൊഞ്ചുണ്ട് ഈ വീട്ടിലെ പെരുന്നാൾ ആഘോഷത്തിന്. മസ്കത്ത് റുസൈലിലെ ഈ വീട്ടിൽ താമസക്കാർ ഒന്നും രണ്ടുമല്ല. 3 സഹോദരന്മാരും അവരുടെ ഭാര്യമാരും പിന്നെ മക്കളുമടക്കം 16 പേർ ഒന്നിച്ചു താമസിക്കുന്ന പ്രവാസി കൂട്ടുകുടുംബം. ഗൾഫിൽ മാത്രമല്ല നാട്ടിൽ പോലും ഇന്ന് ഇതൊരു അപൂർവ കാഴ്ചയാണ്. കരുനാഗപ്പള്ളി കൊച്ചുവിളയിൽ വീട്ടിൽ അബ്ദുൾ ജബ്ബാർ, സഹോദരന്മാരായ അബ്ദുൾ വാഹിദ്, അബ്ദുൾ ലത്തീഫ് എന്നിവർ ഗൾഫിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒന്നിച്ചു താമസിക്കാൻ തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഉപ്പ മരണപ്പെട്ടു പോയതാണ്. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി ഒമാനിലെ പ്രമുഖ പഴം പച്ചക്കറി ഇറക്കുമതി സ്ഥാപനമായ സുഹൂൽ അൽ ഫൈഹയുടെ സാരഥികളായ ഇവർക്ക് നാട്ടിൽ വെവ്വേറെ വീടുണ്ടെങ്കിലും വേറിട്ട് താമസിക്കാറില്ല. നാട്ടിലായാലും എല്ലാവരുമായി ഒന്നിച്ചു കഴിയാനാണ് ഇവരുടെ കുടുംബിനികൾക്കിഷ്ടം. ഒരു ദിവസം പോലും സെപ്പറേറ്റ് അങ്ങോട്ട് മാറിപ്പോകുമ്പോഴുള്ള വിഷമം നമുക്കറിയാം. അതുകൊണ്ട് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒന്നിച്ച് താമസിക്കുക ഒക്കുന്നിടത്തോളം കാലം. മക്കൾ മുതിർന്നാലും അവർക്കും ഒന്നിച്ചു താമസിക്കാൻ സൗകര്യമുള്ള വില്ല നിർമ്മിക്കുകയാണ് മസ്കത്തിൽ ഇവരിപ്പോൾ. പെരുന്നാൾ ദിനത്തിൽ ഈദ് നമസ്കാരത്തിലും സദ്യയിലും വിനോദയാത്രയിലുമെല്ലാം ഇവർ ഒന്നിച്ചുണ്ടാകും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്ന കവിവചനം ശരിവെക്കുകയാണ് ഈ സഹോദരങ്ങൾ. എല്ലാ പെരുന്നാളുകളും നൽകുന്നത് സാഹോദര്യത്തിന്റെ സന്ദേശമാണ്. മസ്കത്തിലെ ഈ പ്രവാസി കൂട്ടുകുടുംബത്തിന് നൽകാനുള്ള സന്ദേശവും മറ്റൊന്നല്ല. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 മസ്കത്ത്. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും നാളെയാണ് ബലിപ്പെരുന്നാൾ. ഇബ്രാഹിം നബിയുടെ ത്യാഗനിർഭരമായ ജീവിതവും ദൈവസമർപ്പണവുമാണ് ബലിപ്പെരുന്നാളിന്റെ സന്ദേശം. പ്രവാചകനായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന അനുസരിച്ച് ബലി നൽകാൻ സന്നദ്ധനായതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. ഇബ്രാഹിമിൻ്റെ സമർപ്പണത്തിൽ തൃപ്തനായ ദൈവം ഇസ്മായിലിനെ ബലി നൽകേണ്ടതില്ലെന്നും പകരം ഒരു ആടിനെ ബലി നൽകാൻ കൽപ്പിക്കുകയും ചെയ്തു. ദൈവത്തിലേക്കുള്ള പൂർണ്ണ സമർപ്പണവും ത്യാഗസന്നദ്ധതയുമാണ് ബലിപ്പെരുന്നാളിൻ്റെ സന്ദേശം. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ പുതുക്കാൻ ബലിപ്പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ മൃഗങ്ങളെ ബലിയെറുത്ത് മാംസം ദാനം ചെയ്യും. ദൈവത്തിന്റെ അവദാനങ്ങൾ നിരന്തരം വാഴ്ത്തും. മക്കയിലെ കഅബ ഷരീഫ് പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും ചേർന്നാണ്.
ദൈവകൽപ്പന പ്രകാരം ഇബ്രാഹിം നബി നടത്തിയ ആഹ്വാനമനുസരിച്ചാണ് വിശ്വാസികൾ ഹജ്ജിനായി മക്കയിലെത്തുന്നത്. ലോകം ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ 20 ലക്ഷം പേർ മക്കയിൽ ഹജ്ജിൻ്റെ ത്യാഗനിർഭരമായ കർമ്മങ്ങളിലാണ്. മീഡിയ 1 കോഴിക്കോട്. തീർത്ഥാടക ലക്ഷ്യങ്ങൾ ജംറത്തുൽ അബയിൽ കല്ലെറിഞ്ഞും ബലിയേറത്തും ഇഹ്റാമിൽ നിന്ന് ഒഴിവായതോടെ ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾ അവസാനിച്ചു. ഇനി 3 നാൾ മിനായിലെ തമ്പുകളിൽ താമസിച്ച് 3 ജംറകളിലും കല്ലേറ് നടത്തി വിടവാങ്ങൽ പ്രദക്ഷിണവും നടത്തി ഹാജിമാർ മക്കയോട് വിട പറയും. ഹജ്ജിന്റെ 3-ാം ദിവസമായ ഇന്ന് നിരവധി കർമ്മങ്ങളായിരുന്നു തീർത്ഥാടകർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ജംറയിലെ കല്ലേറും ബലികർമ്മവും ത്വാഫും സഹായം അടക്കമുള്ള കർമ്മങ്ങൾ നിർവഹിച്ച് ഹാമിനായിലെ തമ്പുകളിൽ തിരിച്ചെത്തി. തീർത്ഥാടകർക്കേറെ തിരക്കേറിയ ദിവസമായിരുന്നു പെരുന്നാൾ ദിനമായ ഇന്ന്. മുസ്തലിഫയിൽ നിന്നും ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം പുറപ്പെട്ട തീർത്ഥാടകർ ഇന്ന് പിശാചിന്റെ പ്രതീകമായ സ്തൂപങ്ങളായ ജംറകളിൽ കല്ലേറ് നടത്തി. ജംറത്തുൽ അക്ബയിലാണ് ഇന്ന് തീർത്ഥാടകർ കല്ലേറ് നടത്തിയത്. ജീവിതത്തിൽ നിന്ന് മുഴുവൻ പൈശാചികതയും തട്ടിമാറ്റുന്നുവെന്ന പ്രതിജ്ഞയാണ് കല്ലേറ് കർമ്മത്തിലൂടെ തീർത്ഥാടകർ പ്രഖ്യാപിച്ചത്. തുടർന്ന് ബലികർമ്മം നിർവഹിച്ച് മുടിമുറിച്ച് ഹജ്ജിന്റെ വേഷം അഥവാ ഇഹ്റാമിൽ നിന്ന് ഒഴിവായി. മസ്ജിദുൽ ഹറാമിൽ എത്തി കഅബ പ്രദക്ഷിണവും സഫ മർവ കുന്നുകൾക്കിടയിൽ സഅയും നിർവഹിച്ച് തീർത്ഥാടകർ തമ്പുകളിലേക്ക് തിരികെ എത്തി. ഇനിയുള്ള 3 ദിവസം മിനായിൽ താമസിച്ച് ഹാജിമാർ ഓരോ ദിവസവും 3 ജംറകളിൽ 7 കല്ലുകൾ വീതം എറിയണം. മുൻകാലങ്ങളിൽ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നത് കല്ലേറ് കർമ്മത്തിലായിരുന്നു. എന്നാൽ ജംറകളിൽ ഒരുക്കിയ പുതിയ സൗകര്യങ്ങളും തീർത്ഥാടകരുടെ എണ്ണത്തിലുള്ള കുറവും കാരണം പ്രയാസരഹിതമായി കല്ലേറ് നടത്താൻ ഹാജിമാർക്ക് കഴിഞ്ഞു. പിശാചിന്റെ പ്രതീകാത്മക സ്തൂപത്തിന് നേരെയല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരുന്ന പൈശാചിക പ്രവണതകൾക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഓരോ ഹാജിയും കല്ലേറ് നടത്തുന്നത്. മിനായിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1. നാഥന്റെ വിളി കേട്ട് brought to you by പർവീൻ പർദ. പർവീൻ പർദ ആൻഡ് ഹിജാബ് only for enterprising women. ദുബായ് ദേരനായിഫിലെ സർ ഒനി മസ്ജിദ് വെള്ളിയാഴ്ച വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തു. 5 ദിവസം മുമ്പേ പള്ളി ഭാഗികമായി തുറന്നിരുന്നു. ദുബായിലെ മലയാളികളുടെ സംഗമസ്ഥലവും പ്രധാന നഗര അടയാളങ്ങളിലൊന്നുമായിരുന്ന പഴയ സർവാനി മസ്ജിദ് പൊളിച്ചുമാറ്റിയാണ് പുതിയ പള്ളി നിർമ്മിച്ചത്. പള്ളിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട് നടക്കും. ലോകത്തെ ആദ്യ ബഹുരാഷ്ട്ര കമ്പനിയായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ മുതൽ മുടക്ക് നടത്താൻ MK ഗ്രൂപ്പ് മേധാവി MA യൂസഫ് അലി തീരുമാനിച്ചു. അടുത്തയാഴ്ച ഇത് സംബന്ധിച്ച കരാറിൽ ലണ്ടനിൽ ഒപ്പുവയ്ക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കമ്പനിയിൽ 10% ഓഹരിയും ഈസ്റ്റ് ഇന്ത്യ ഫൈൻ ഫുഡ്സ് കമ്പനിയിൽ 40%യും ഓഹരിയാണ് യൂസഫ് അലി സ്വന്തമാക്കുക. എന്നാൽ എത്ര തുകയുടെ ഇടപാടാണ് നടക്കുക എന്നത് സംബന്ധിച്ച് ഇരുകൂട്ടരും വെളിപ്പെടുത്തിയിട്ടില്ല. വാട്സാപ്പിലൂടെയുള്ള ആദ്യ വാർത്താവതരണത്തിലൂടെ ശ്രദ്ധേയനായി മാറുകയാണ് ഖത്തറിൽ അധ്യാപകനായ മൂസക്കോയ നടുവണ്ണൂർ. വിവിധ രാജ്യങ്ങളിൽ കഴിയുന്ന 10,000-കണക്കിന് മലയാളികളാണ് സ്ഥിരമായി ഈ വാട്സാപ്പ് വാർത്തകൾക്കായി കാത്തിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പുറമേരി ഗ്രാമപഞ്ചായത്തിലെ സാമൂഹിക മാധ്യമങ്ങളെ ഗൗരവത്തിൽ കാണാനുള്ള ഒരു സ്കൂൾ അധ്യാപകന്റെ ശ്രമമാണ് വാട്സാപ്പിലൂടെയുള്ള വാർത്താവതരണത്തിനു പിന്നിലുള്ളത്. ആദ്യം ഖത്തറിലെ നടുവണ്ണൂർ സ്വദേശികളുടെ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ നാട്ടിലെ വിവരങ്ങൾ അനൗൺസ് ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. ഈ വാർത്തകൾ കൂടുതൽ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു തുടങ്ങിയതോടെ അന്തർദേശീയ വാർത്തകളടക്കം ഒരു ദിവസത്തെ സമഗ്രമായ വിവരങ്ങൾ നൽകി തുടങ്ങി മൂസക്കോയ മാസ്റ്റർ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഗൃഹാതുരത്വമാണ് നാട്ടിലെ വാർത്തകൾ അറിയുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹം ഒരു തരത്തിൽ ചൂഷണം ചെയ്യുക എന്ന് പറയാം. ഇന്നിപ്പോൾ ഗൾഫിലും നാട്ടിലുമായി നിരവധി റിപ്പോർട്ടർമാരാണ് വാട്സാപ്പ് വാർത്തയുടെ ഭാഗമായുള്ളത്. ഗൾഫ് പ്രവാസികൾക്ക് പുറമെ നാട്ടിലും മറുനാട്ടിലുമായി നിരവധി ശ്രോതാക്കളും വാട്സാപ്പ് വാർത്തകൾക്കായി കാത്തിരിക്കുന്നുണ്ട്. എല്ലാ GCC രാജ്യങ്ങളിൽ നിന്നും, അതുപോലെ സിംഗപ്പൂർ, കെനിയ, ഈജിപ്ത്, US തുടങ്ങിയ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ശ്രോതാക്കളുണ്ട്. കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ. ഖത്തറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലെ തന്റെ സഹപ്രവർത്തകനായ സമീർ വാണിമേലാണ് മൂസക്കോയ മാസ്റ്ററുടെ സഹായിയായുള്ളത്. വാട്സാപ്പ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ വാർത്താവതരണം ഇനിയും കൂടുതലുണ്ടായേക്കാം. എന്നാൽ വാട്സാപ്പിലൂടെയുള്ള ആദ്യ വാർത്താവതരണം എന്ന ബഹുമതി മൂസക്കോയ മാഷിന് സ്വന്തമാണ്. ദോഹയിൽ നിന്നും മൂസക്കോയ മാഷിനൊപ്പം